നമസ്കാരം ഫ്രണ്ട്സ്, ഗരം മസാലയുടെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ലൊരു കിഡിലൻ ബീഫ് ബിരിയാണി കേട്ടോ. ഒരു തനിനാടൻ ബീഫ് ബിരിയാണി എന്നൊക്കെ പറയാം. നല്ല ടേസ്റ്റാണ് ഇതിന്. സാധാരണ നമ്മൾ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഗരം മസാലയൊക്കെ ചേർത്തിട്ടല്ലേ ബിരിയാണി ഉണ്ടാക്കാറ്. എന്നാൽ ഈ ബിരിയാണിയിൽ ഞാൻ ഗരം മസാല പൗഡർ ചേർത്തിട്ടില്ല, ഹോൾ സ്പൈസസ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഗരം മസാല പൗഡറിൻ്റെ ഒരു കുത്തൊന്നുമില്ലാതെ എന്നാലോ നല്ല ടേസ്റ്റിൽ ബീഫിൻ്റെയൊക്കെ ശരിക്കുള്ള ടേസ്റ്റ് കിട്ടുന്ന ഒരു ബിരിയാണി കേട്ടോ ഇന്നുണ്ടാക്കുന്നത്. നന്നായിട്ട് കുക്കായി വന്നിട്ടുള്ള ബീഫ് വെച്ചിട്ട് ദം ചെയ്തെടുത്ത ബിരിയാണിയാണിത്. അപ്പോൾ ഒരു ബിരിയാണിക്ക് തന്നെ പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് എങ്ങനെ വളരെ ഈസി ആയിട്ട് ഈ ടേസ്റ്റി ബീഫ് ദം ബിരിയാണി തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഇറച്ചി വേവിച്ചെടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1.5 കിലോ ബീഫാണ്. ഈ ബീഫ് ഞാൻ വലിയ പീസുകളാക്കിയിട്ടാണ് മുറിച്ചെടുത്തിട്ടുള്ളത്. ഇത്രയും പോകുന്ന പീസുകളാക്കിയിട്ടാണ് മുറിച്ചെടുത്തിട്ടുള്ളത്. ഇതിൽ നെയ്യിൻ്റെ പീസൊക്കെ ഞാൻ അങ്ങനെ ഇട്ടിട്ടുണ്ട് കേട്ടോ. കാരണം ഇങ്ങനെ നെയ്യൊക്കെ ഡയറക്റ്റ് ഇടുകയാണെങ്കിൽ നമുക്ക് ബിരിയാണിയിലോട്ട് ഒരുപാട് എണ്ണയുടെ ആവശ്യമോ അല്ലെങ്കിൽ നെയ്യിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഈ ബീഫിനെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് മാരിനേറ്റ് ചെയ്തെടുക്കാം. ബീഫിലോട്ട് ഞാൻ 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഉലുവ, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1-2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഉപയോഗിക്കാം. ബീഫിലോട്ട് മല്ലിപ്പൊടി ചേർക്കുകയാണെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റി ആയിരിക്കും കേട്ടോ. ഇതിലോട്ട് ഞാൻ ഏകദേശം 1 ടീസ്പൂണോളം പെരിഞ്ചീരകം ചേർത്തിട്ടുണ്ട്. അടുത്തതായിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇതിലോട്ട് ആവശ്യത്തിന് വേണ്ട ഉപ്പ് കൂടെ ചേർക്കാം. ഇനി ഇതിലോട്ട് ഞാൻ 1 കപ്പ് വെള്ളം ഒഴിക്കണേ. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് തന്നെയാണ് ഞാൻ ഈ ബീഫ് വേവിച്ചെടുക്കുന്നത്. ഈ വെള്ളം നമുക്കിനി റൈസ് വേവിച്ചെടുക്കാൻ ഉപയോഗിക്കുകയും ചെയ്യാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മുടെ ബീഫ് വേവിച്ചെടുക്കാം. ഒരു 4-5 വിസിൽ വരുന്നത് വരെയൊക്കെ നമുക്ക് ഈ ബീഫ് വേവിച്ചെടുക്കാം കേട്ടോ. ഒരു വിസിൽ ഹൈ ഫ്ലെയിമിൽ പോകണം. അതിനുശേഷം നമുക്ക് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വയ്ക്കാം. ഒരു 4 വിസിൽ പോകുന്നത് വരെ വേവിച്ചെടുക്കാം. പിന്നെ തുറന്ന് നോക്കിയിട്ട് ബീഫ് നന്നായിട്ട് വെന്ത് വന്നിട്ടില്ലെങ്കിൽ ഒരു 2 വിസിൽ കൂടെ പോകുന്നത് വരെ വേവിച്ചെടുത്താൽ മതി. ഞാൻ ഇതിലോട്ട് ഗരം മസാലയൊന്നും ചേർക്കുന്നില്ല. അടച്ചു വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് വെജിറ്റബിൾസ് എടുക്കാം. ഇത് ഞാൻ ക്രഷ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഏകദേശം ഒരു പിടി, ഒരു ഹാൻഡ്ഫുൾ ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു പിടി എടുത്തിട്ടുണ്ട്. ഒരു 5-6 പച്ചമുളക് എടുത്തിട്ടുണ്ട്. നല്ല എരിവാണ് ഈ പച്ചമുളക്, അതുകൊണ്ട് തന്നെ കുറച്ച് എണ്ണ ആക്കിയത്. അതുപോലെ തന്നെ ഇത് 2 കുടം വെളുത്തുള്ളിയാണ്. പിന്നെ ഇവിടെ എടുത്തിട്ടുള്ളത് നമ്മളിപ്പോൾ ഇഞ്ചി ഒരു പിടി എടുത്തില്ല, ഇതുപോലെ ഒരു 2 പിടി ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നമുക്ക് ക്രഷ് ചെയ്തെടുക്കാം. പിന്നെ ഞാനൊരു പ്രഷർ കുക്കർ എടുത്തിട്ടുണ്ട് മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇതിലോട്ട് ആദ്യം നമുക്ക് സവാള ചേർക്കാം. ഞാനിവിടെ 4 മീഡിയം സൈസ് സവാള ആയിട്ട് എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ പ്രഷർ കുക്കറിലോട്ട് മാറ്റിയാണ്. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് തക്കാളി ചേർക്കാം. വലുതാണെങ്കിൽ ഒരു 4 എണ്ണം മതി. ഇനി മീഡിയം സൈസ് ആണെങ്കിൽ ഒരു 5 എണ്ണം ഉപയോഗിക്കാം. തക്കാളി ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില ചേർക്കാം. ഇനി നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ചെറിയുള്ളി ഇവ കൂടെ കുക്കറിലോട്ട് ചേർക്കാം. ഇനി നമുക്ക് ഈ മസാലയിലോട്ട് കുറച്ച് ഉപ്പ് ചേർക്കാം. അടുത്തതായിട്ട് ഇതിലോട്ട് നമുക്ക് എണ്ണ ഒഴിക്കണം. ഏകദേശം 2 ടേബിൾ സ്പൂണൊക്കെ എണ്ണ ഒഴിക്കാം. 2-3 ടേബിൾ സ്പൂൺ ഒഴിക്കാം. ബിരിയാണിയിലോട്ട് ഉപയോഗിക്കുന്ന അതേ എണ്ണ കേട്ടോ ഇവിടെ ഉപയോഗിക്കേണ്ടത്. ഞാനിവിടെ എടുക്കുന്നത് വെളിച്ചെണ്ണയാണ്. അപ്പോൾ ആ വെളിച്ചെണ്ണ തന്നെയാണ് ഞാൻ ഈ മസാലയിലോട്ടും ചേർക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ കുക്കർ അടച്ചു വെച്ചിട്ട് ഒരു 2 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. എണ്ണ ഒഴിക്കാൻ മറക്കരുത്. വളരെ ഈസി ആയിട്ട് നമ്മുടെ സവാളയൊക്കെ വഴറ്റിയെടുക്കാനുള്ള ഒരു മെത്തേഡ് കേട്ടോ ഇത്. ഇപ്പോൾ നമ്മുടെ കുക്കറിൽ നിന്ന് 2 പ്രഷർ പോയിട്ടുണ്ട്. ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യണം. ഇനി ഈ പ്രഷർ ഒന്ന് പോയതിന് ശേഷം നമുക്ക് കുക്കർ തുറന്നിട്ട് ഈ വെജിറ്റബിൾസ് ഒക്കെ നന്നായിട്ടൊന്ന് മാഷ് ചെയ്യാം. ഒരു പൊട്ടാറ്റോ മാഷർ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഒരു ഇടിക്കൽ ഉപയോഗിച്ചിട്ടോ മാഷ് ചെയ്യാം. മിക്സിയിൽ അരച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഒന്ന് മാഷ് ചെയ്തെടുത്താൽ മാത്രം മതി. നമ്മുടെ മസാലയാണിത്. ഞാൻ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്, മുഴുവനായിട്ട് ഉടച്ചെടുത്തിട്ടില്ല. ഇനി ഇതിലോട്ട് നമുക്ക് പൗഡറുകൾ ചേർക്കാം. ഇവിടെ ഞാനൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർക്കുന്നുണ്ട്. ഈ ബിരിയാണിയിലോട്ട് ഞാൻ ഗരം മസാല പൗഡർ ഉണ്ടാക്കിയിട്ടില്ല. നമ്മൾ ഹോൾ സ്പൈസസ് കുറച്ച് റൈസിൽ ചേർക്കുന്നുണ്ട്, അത്രയേ ഉള്ളൂ. ഈ ബീഫിൻ്റെ സ്വാഭാവികമായിട്ടുള്ള ടേസ്റ്റും സ്മെല്ലും ആയിരിക്കും ഈ ബിരിയാണിക്ക്. നമ്മുടെ കുക്കറിൽ പ്രഷർ പോയിട്ടുണ്ട്. ഇനി ഞാൻ കുക്കർ തുറക്കുകയാണ്. നമ്മുടെ ഈ ബീഫ് കുക്കായൊന്ന് നോക്കാം. നല്ല ചൂടുണ്ട്. കണ്ടില്ലേ, ഈസി ആയിട്ട് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇത്രയും കുക്കായി വന്നാൽ നമ്മുടെ ബിരിയാണി നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇനി ഇതിലോട്ട് നമുക്ക് 1 പിടി മല്ലിയില, പുതിനയില ഇവ ഞാൻ ചോപ്പ് ചെയ്തത് ചേർക്കണം. അടുത്തതായിട്ട് 1/2 മുറി നാരങ്ങ നമുക്ക് പിഴിഞ്ഞൊഴിക്കാം. ഇനി ഒരു 1/2 കപ്പ് തൈര് കൂടെ ചേർക്കാം. ഇതിലോട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ചൊന്ന് വറ്റി വരട്ടെ. ഈ തൈരൊക്കെ ചേർത്തതൊക്കെ ഒന്ന് വറ്റി വരട്ടെ. ഇനി ഈ ഗ്രേവിയിലോട്ട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫാണിത്. ഈ ബീഫ് ചേർക്കാം. ഈ ബീഫ് പീസ് മാത്രം ചേർത്താൽ മതി. ബീഫിൻ്റെ ഗ്രേവി ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ.
ഈ ഗ്രേവിയിലാണ് നമ്മുടെ റൈസ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ അങ്ങനെ വേവിച്ചെടുക്കുമ്പോൾ റൈസിന് പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഈ ബിരിയാണിയിലോട്ട് ഗരം മസാല പൗഡർ ചേർക്കാത്തത്. നമ്മൾ ഹോൾ ഗരം മസാല റൈസിലോട്ട് ചേർക്കുന്നുണ്ട്. ബീഫിലോട്ട് നമ്മൾ ഏലക്കയോ പട്ടയോ ഒന്നും ചേർത്തിട്ടില്ല. ഇനി വെള്ളം മാറ്റി വെക്കുക. ഇത് അളന്നതിന് ശേഷം കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് വേണം നമുക്ക് റൈസ് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഈ മസാലയായിട്ട് നമുക്ക് ബീഫ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഒരു മിനിറ്റൊക്കെ ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു ബീഫ് മസാല കേട്ടോ. ഇത് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാവുന്ന ബിരിയാണിയാണ്. ബിഗിനേഴ്സിനൊക്കെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഇനി നമുക്ക് റൈസ് വേവിച്ചെടുക്കാം. ഇനി ഈ പാനിലോട്ട് നമുക്ക് നെയ്യ് ചേർക്കാം. ഒരു 2 ടേബിൾ സ്പൂണോ 3 ടേബിൾ സ്പൂണോ ഒക്കെ മതി. നമ്മുടെ ബീഫ് വേവിച്ചെടുത്തതിൽ ഒരുപാട് നെയ്യ് ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ കൂടുതൽ നെയ്യോ എണ്ണയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ കൂടെ ചേർക്കാം. ഞാനിവിടെ ചേർക്കുന്നത് വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണ ചേർത്താൽ പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇതിലോട്ട് നമുക്ക് ഹോൾ സ്പൈസസ് ചേർക്കാം. ഞാനിവിടെ കുറച്ച് ഏലക്ക എടുത്തിട്ടുണ്ട്. ഒരു 7ഓളം ഏലക്ക, 1 ഇഞ്ച് നീളമുള്ള പട്ടയുടെ പീസ്, ഒരു 10-15ഓളം ഗ്രാമ്പൂ, ഇത്രയാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ഈ പാനിലോട്ട് ചേർക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് സവാള ചേർക്കാം. സ്ലൈസ് ചെയ്തിട്ടുള്ള ഒരു സവാളയാണിത്. നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഒരുപാട് ബ്രൗൺ നിറം ആവേണ്ട ആവശ്യമില്ല. ഒന്ന് വഴന്ന് വന്നാൽ മതി. ഇതിലോട്ട് നമുക്ക് കുറച്ച് കറിവേപ്പിലൂടെ ചേർക്കാം. ഈ കറിവേപ്പില വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷെ കറിവേപ്പിലേക്ക് ചേർത്താൽ ഗീ റൈസ് ഒന്നുകൂടെ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നമ്മളിവിടെ ഗീ റൈസ് ഉണ്ടാക്കി ആ റൈസാണ് ദം ചെയ്തെടുക്കുന്നത്. ഈ ബിരിയാണിയിലോട്ട് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ജീരകശാല റൈസാണ്. ഈ റൈസ് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഒരു അരമണിക്കൂർ സോക്ക് ചെയ്ത് വെക്കണം. അതിനുശേഷം ഞാനിങ്ങനെ ഒരു അരിപ്പ പാത്രത്തിലോട്ട് മാറ്റി വെച്ചിരിക്കുകയാണ്. ഒന്ന് ഡ്രൈ ആയി വന്നതിന് ശേഷമാണ് ഞാൻ നമ്മുടെ ബിരിയാണി പാനിലോട്ട് മാറ്റുന്നത്. ഈ റൈസ് ഒന്ന് വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ടാണ്. നമുക്ക് ഈ പാനിലോട്ട് മാറ്റാം. നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ റൈസ് വിട്ട് വരുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കണം. മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഹൈ ഫ്ലെയിമിലൊന്നും വെക്കരുത്. പെട്ടെന്ന് തന്നെ അടിയിൽ പിടിക്കും. ഈ ബിരിയാണിയിലെ റൈസ് വിട്ട് നിൽക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ റൈസും ഒന്ന് വറുത്തെടുക്കുന്നത്. 1 കപ്പ് അരിയിലോട്ട് നമുക്ക് ചേർക്കേണ്ടത് 2 കപ്പ് വെള്ളം കേട്ടോ. റൈസ് കുറച്ച് വെന്ത് വരും. ഇനി ഒരുപാട് വെന്ത് വരാത്ത റൈസാണ് വേണ്ടതെങ്കിൽ 1 കപ്പ് അരിയിലോട്ട് 1.5 കപ്പ് വെള്ളം എന്ന അളവിൽ ചേർത്താൽ മതി. ഒരു വെള്ളം ഒഴിക്കുമ്പോൾ നമ്മൾ നേരത്തെ ബീഫ് സ്റ്റോക്ക് ഉണ്ട്. ആ ബീഫ് സ്റ്റോക്ക് ഒഴിച്ചതിന് ശേഷം വേണം വെള്ളം ഒഴിക്കാൻ. ഞാനിവിടെ 1 കിലോ ബിരിയാണി റൈസാണ് എടുത്തിട്ടുള്ളത്. 4 കപ്പ് റൈസ് ഉണ്ട് ഇത്. ഇപ്പോൾ നമ്മുടെ റൈസ് വിട്ട് വന്നിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഇങ്ങനെ വിട്ട് നിൽക്കുന്നുണ്ട്. നല്ല ചൂടുണ്ട് കേട്ടോ റൈസ്. ഇനി ഇതിലോട്ട് വെള്ളം ഒഴിക്കാം. ഞാനിവിടെ ബീഫ് സ്റ്റോക്കും നല്ല തിളച്ച വെള്ളം കൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. 1 കപ്പ് അരിയിലോട്ട് 2 കപ്പ് വെള്ളം എന്ന രീതിയിലാട്ടോ ഞാൻ ഒഴിച്ചിട്ടുള്ളത്. ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഓൾറെഡി ബീഫ് സ്റ്റോക്കിൽ കുറച്ച് ഉപ്പുണ്ട്. അപ്പോൾ നോക്കിയിട്ട് വേണം ഉപ്പ് ചേർക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് നാരങ്ങ പിഴിഞ്ഞൊഴിക്കാം. അരമുറി നാരങ്ങ. നേരത്തെ ഒരു അരമുറി പിഴിഞ്ഞൊഴിച്ചു. അതിൻ്റെ ബാക്കിയായിട്ടത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഉപ്പ് അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി നമ്മുടെ റൈസ് കുക്കായി വരട്ടെ. നമ്മുടെ റൈസ് എന്തായെന്ന് നോക്കാം. മുകളൊക്കെ നല്ല ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിനി അടിഭാഗം കൂടെ ഒന്ന് നോക്കാം. നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് നമ്മൾ ബീഫ് സ്റ്റോക്ക് ചേർത്തത് കൊണ്ട് തന്നെ ശരിക്കുള്ളൊരു വെള്ള കളറല്ല, ഒരു ലൈറ്റ് യെല്ലോയിഷ് കളർ കേട്ടോ നമ്മുടെ ഈ റൈസിന്. ഇനി നമുക്ക് ദം ചെയ്തെടുക്കാൻ വേണ്ടത്. ഈ ബിരിയാണി ഞാൻ ലെയർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ കുറച്ച് റൈസ് മാറ്റിയാണ്. 1/4 ഭാഗം റൈസ് ഈ പാനിൽ തന്നെ വെക്കുകയാണേ. ഒരു 1/4 ഭാഗം റൈസ് നമുക്ക് മാറ്റിയെടുക്കാം. നല്ല ഫ്ലേവർ ഉണ്ട് കേട്ടോ ഈ ബിരിയാണിക്ക്. പശു നെയ്യ് ഞാൻ 2 ടേബിൾ സ്പൂണേ ചേർത്തിട്ടുള്ളൂ. ബാക്കിയുള്ളതെല്ലാം ഈ ബീഫിലെ നെയ്യ് തന്നെയാണ്. ഏകദേശം ഒരു 1/4 ഭാഗത്തിൻ്റെ മുകളിൽ തന്നെ ആയിട്ട് ഞാൻ റൈസ് മാറ്റിയിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഇവിടെ ഒന്ന് ലെവൽ ചെയ്യാം. ഞാനിവിടെ ഒരു സവാള ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് കുറച്ച് ഭാഗം ഇവിടെ സ്പ്രെഡ് ചെയ്യാം. ഇത് മല്ലിയിലയും പുതിനയിലയും കൂടെ മിക്സ് ചെയ്തതാണ്. ഇതിന്ന് നമുക്ക് കുറച്ച് സ്പ്രെഡ് ചെയ്യാം. ഇനി വേണമെങ്കിൽ നട്ട്സൊക്കെ ചേർക്കാം കേട്ടോ. നട്ട്സൊന്നും ഞാൻ ഈ ബിരിയാണിയിലോട്ട് ചേർക്കുന്നില്ല. ബീഫ് ബിരിയാണിയിലെ പ്ലെയിൻ ആയിട്ട് ഉണ്ടാക്കുന്നതാണ് ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടായിരിക്കുക. അപ്പോൾ ഞാൻ ഇനി ഈ റൈസിൽ നിന്ന് കുറച്ച് സ്പ്രെഡ് ചെയ്യാണ്. ഇവിടെ ഗരം മസാലയോ വേറെ റോസ് വാട്ടറോ അങ്ങനെ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. വളരെ സിമ്പിളായിട്ടുള്ളൊരു ബിരിയാണിയാണ്. എന്നാലും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഈ ബിരിയാണി. ഇത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ബീഫിൻ്റെ മസാലയാണ്. ഈ മസാല ഇവിടെ നമുക്ക് സ്പ്രെഡ് ചെയ്യാം. ഒരുപാട് ഡ്രൈ ആക്കിയിട്ടില്ല കേട്ടോ ഞാൻ ഈ മസാല. ഒന്ന് ലെവൽ ചെയ്യാം നമുക്കിത്. സാധാരണ ബിരിയാണി ഞാൻ കുറച്ച് ലൈറ്റായിട്ട് ഉണ്ടാക്കാറ്. പക്ഷേ ഇത് കുറച്ചധികം മസാലയോട് കൂടെയാണ് ഉണ്ടാക്കുന്നത്. ഇനി ബാക്കിയുള്ള റൈസ് ഞാനിതിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്യണം. ഒരു ലെയർ അത്ര മതി. വളരെ കുറച്ച് നെയ്യും എണ്ണയൊക്കെ ചേർത്തിട്ടുള്ളൂ. പക്ഷേ
നന്നായിട്ട് തന്നെ നെയ്യ് എണ്ണയൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ ബിരിയാണിയിൽ. കാരണം അത് ബീഫിലുള്ള നെയ്യാണ്. നമുക്കിതിൻ്റെ മുകളിലായിട്ട് ബാക്കിയുള്ള ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സവാള സ്പ്രെഡ് ചെയ്യാം. അതുപോലെ തന്നെ മല്ലിയില, പുതിനയില ഇത്രയും സ്പ്രെഡ് ചെയ്യാം. ഞാൻ ഇവിടെ കുറച്ച് സവാള മാറ്റി വെച്ചിട്ടുണ്ട് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണിത്. ഇനി നമുക്ക് ഈ പാൻ അടച്ച് വെക്കാം. മുകളിലായിട്ട് ഞാൻ കനൽ വെക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു പാത്രം കൊണ്ട് അടച്ചു വെക്കുന്നത്. അല്ലെങ്കിൽ ഇനി കനൽ വെക്കുന്നില്ലെങ്കിൽ അലുമിനിയം ഫോയിൽ കൊണ്ട് കവർ ചെയ്തതിന് ശേഷം നമ്മുടെ ഈ ഗ്ലാസ് ടോപ്പ് വെച്ചാലും മതി കേട്ടോ. അപ്പോൾ പാൻ അടച്ച് വെച്ചിട്ടുണ്ട് ഞാൻ. ഗ്യാപ്പൊന്നും ഇല്ലാതെ ശ്രദ്ധിക്കണം. ഇതിന് മുകളിലായിട്ട് ഇനി നമുക്ക് കനൽ കോരിയിടാം. ഇനി നമുക്കൊരു വെയിറ്റ് കൂടെ വെക്കണം കേട്ടോ. ഇവിടെ ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട്. വെരി ലോ ഫ്ലെയിമിൽ നമുക്കിതൊരു 10 മിനിറ്റ് വയ്ക്കാം. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. പിന്നെ അരമണിക്കൂറിന് ശേഷം മാത്രമേ നമ്മുടെ ഈ ബിരിയാണി പാൻ തുറക്കാവൂ. ഒരു 3/4 മണിക്കൂർ 1 മണിക്കൂറൊക്കെ ഇങ്ങനെ ദമ്മിൽ തന്നെ വെക്കാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. നല്ല ടേസ്റ്റുള്ള ബിരിയാണി തന്നെ കിട്ടും കേട്ടോ. നമുക്ക് ഏകദേശം ഒരു 3/4 മണിക്കൂറിന് ശേഷം നമ്മുടെ ബിരിയാണി പാൻ തുറക്കാണ്. ഇതിൻ്റെ മുകളിൽ വെയിറ്റ് ചെയ്യാൻ മാറ്റിയിട്ടുണ്ട്. നമുക്ക് ഈ കനൽ മാറ്റാം. നമ്മുടെ ബിരിയാണി നന്നായിട്ട് തന്നെ ദമ്മായി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, മുകളിൽ നമ്മൾ വെച്ചിട്ടുള്ള മല്ലിയില, പുതിനയില അതൊക്കെ നന്നായിട്ട് തന്നെ വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മുകളിൽ റൈസ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ഈ റൈസ് ഒരു വെസലിലോട്ട് മാറ്റാം. ഈ ബീഫ് പീസസൊക്കെ ശ്രദ്ധിച്ചിട്ട് തന്നെ എടുക്കണം ഈ റൈസിന്ന്. കാരണം ഇതൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. നമ്മൾ ശ്രദ്ധിക്കാണ്ട് മിക്സ് ചെയ്തെടുക്കുകയാണെങ്കിൽ മുഴുവൻ ഉടഞ്ഞു പോകും. മുകളിലത്തെ റൈസ് ഞാൻ മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ബീഫ് മാറ്റാം. ബീഫ് ഞാൻ ഈ കാസറോളിൻ്റെ ഒരു സൈഡിലോട്ട് മാറ്റിയാണേ. കുറച്ച് മസാലയോട് കൂടെ തന്നെ കേട്ടോ എടുക്കുന്നത്. ഇനി നമുക്ക് റൈസ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ റൈസൊന്നും അടിയിലൊന്നും പിടിച്ചിട്ടില്ല. 10 മിനിറ്റാണ് ഞാൻ വെരി ലോ ഫ്ലെയിമിൽ ഇത് വെച്ചത് ദം ചെയ്യുന്ന സമയത്ത്. അതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാട്ടോ ചെയ്തത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കാരണം ഈ ബീഫിലുള്ള ഗ്രേവിയൊക്കെ ഇപ്പോൾ ഈ റൈസിലോട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ റൈസ്. ഇനി ഇത് നമ്മൾ നേരത്തെ ഇതിൻ്റെ മുകളിൽ ഉണ്ടായിരുന്ന റൈസാണ്. അതുകൂടെ മിക്സ് ചെയ്ത റൈസിലോട്ട് ചേർത്ത് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാ റൈസിനും ഒരേ ടേസ്റ്റ് വരാനാണ്. അല്ലെങ്കിൽ ഈ റൈസ് വേറെ ആയിട്ടും പ്ലെയിൻ ആയിട്ട് സെർവ് ചെയ്യാം. മറ്റേത് കുറച്ച് മസാലയോട് കൂടിയിട്ട് സെർവ് ചെയ്യാം. ഒന്നുകൂടെ മിക്സ് ചെയ്യാം. നമുക്ക് നല്ല ഫ്ലേവർ വരുന്നുണ്ട് കേട്ടോ. ഗരം മസാലയുടെ ഒന്നുമല്ല, നല്ല ബീഫിൻ്റെ നന്നായിട്ട് കുക്കായ ബീഫിൻ്റെ ഫ്ലേവർ വരുന്നത്. ഇനി നമുക്ക് ഈ റൈസിനെ സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. ഞാൻ ഈ സെർവിങ് പ്ലേറ്റിലോട്ട് റൈസ് മാറ്റിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഡെലീഷ്യസ് ആയിട്ടുള്ള ബീഫ് ദം ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ബീഫിൻ്റെയൊക്കെ നല്ല ഫ്ലേവറുള്ള റൈസ് ആട്ടോ ഇത്. ഇതിലൊരുപാട് നെയ്യൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ബീഫിലെ നെയ്യ് കൊണ്ട് തന്നെയാണ് കുക്കായിട്ടുള്ളത്. അതുപോലെ തന്നെ നന്നായിട്ട് കുക്കായി വന്നിട്ടുള്ള ബീഫാണ് ഇത്. തൊടുമ്പോൾ തന്നെ പൊട്ടി വരും, അത്രയും കുക്കായിട്ടുണ്ട്. അങ്ങനെയുള്ള ബീഫ് ഉപയോഗിച്ച് ദം ചെയ്തെടുത്തിട്ടുള്ള ബിരിയാണിക്ക് പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും. റൈത്തയുടെയും അതുപോലെ തന്നെ ഡേറ്റ്സ് പിക്കിളിൻ്റെയും കൂടെ നമുക്ക് ഈ ബിരിയാണി സെർവ് ചെയ്യാം. ഫ്രണ്ട്സ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീണ്ടും നല്ല അടിപൊളി റെസിപ്പികളുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.